എന്തായാലും നിങ്ങള് കോയമ്പത്തൂർ എത്തുന്ന സമയത്ത് എന്തായാലും തീർച്ചയായിട്ടും വരണം. കോയമ്പത്തൂര് എല്ലാരും കോയമ്പത്തൂര്. കേരള 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 കോഴിക്കോട് 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 പറയോ? ഇതൊക്കെ കേരളത്തിലെ ഒരു യൂട്യൂബർമാരും ചെയ്യാത്തൊരു വീഡിയോസ്. ഏത് നാട്ടിൽ പോയി കഴിഞ്ഞാലും മലയാളികൾ ഉണ്ടാവുന്നുണ്ട്. എവിടെ? ആലപ്പുഴ, പാലക്കാട്. പ്രശ്നമില്ല, ക്യാമറ ഫോട്ടോ എടുക്കാറില്ല. ചങ്ങായിമാരെ, കോയമ്പത്തൂർ ടൗണിലെത്തുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ വിശ്രമിക്കാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് ഇട്ടത്. കോയമ്പത്തൂർ ഉക്കടത്തില്ല. അതുപോലെ തന്നെ ഇവിടെ ബോട്ടിങ് പരിപാടി എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഏതായാലും ഉള്ളിലേക്ക് കയറിപ്പോയിട്ട് എന്തൊക്കെ സംഗതികൾ അവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഗതികളുണ്ട് ഇവിടെ. ചെറിയ മക്കൾ കളിക്കാനുണ്ട്, കണ്ടില്ലേ? പിന്നെ അതുപോലെ തന്നെ ബോട്ടിങ് എത്രയെന്നുണ്ട് അവിടെ പോയാലേ കറക്റ്റ് അറിയുള്ളൂ. ബോട്ടിങ് ഉണ്ടാകുമ്പോൾ തന്നെ വൈകുന്നേരം സമയങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്പോട്ടാണ് ഇട്ടതാ. ഒരുപാട് ആൾക്കാർ നമ്മളെ കോഴിക്കോട് ബീച്ച് മാതിരി തന്നെ നല്ല കാറ്റാട്ടത് ബീച്ച് ഏരിയയിൽ വന്നിരിക്കുന്ന മാതിരി തന്നെ. ഇത് സംഗതി ബീച്ചിൻ്റെ ചെറിയൊരു ഭാഗമാണ്. അതിവിടെ അവർ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിയതാണ്. ഐ ലവ് കോവൽ ഇതിൻ്റെ പേരുണ്ടില്ലതാ, ഐ ലവ് കോവൽ എന്നിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതാ അവിടെ 2-3 ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും നമ്മളെ കോഴിക്കോട് ബീച്ചിൻ്റെ അതേ ലെവലിലാട്ടോ സ്ഥലങ്ങളിൽ നല്ല ഹരണ്ട് കാണാൻ. ഇവിടെ പിന്നെ കണ്ടില്ലേ, നമ്മളെ കോഴിക്കോടുള്ള മാതിരി തന്നെ എല്ലാ വ്യായാമം ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. കേട്ടില്ലേ, അടിപൊളിതാ. ഇതും അതേമാതിരി വ്യായാമം ചെയ്യാനുള്ള സംഗതിയാണ്. കോയമ്പത്തൂരിൻ്റെ ടൗണിൻ്റെ നടുഭാഗത്തുണ്ട് ഈ സംഭവം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ കോയമ്പത്തൂർ വരുന്നവർ ഇവിടെ കാര്യമായിട്ട് കയറണം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ബേക്ക് കാണാനാണ് ബോട്ടിങ്. ഏതായാലും നമുക്ക് ബോട്ടിങ്ങിന് എത്ര ചാർജ് എന്നുള്ളത് ഒന്ന് പോയി ചോദിച്ചു നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വീഡിയോഗ്രാഫി ഒന്നും പറ്റില്ല കേട്ടോ. ഞാനിങ്ങോട്ട് കയറിയ സമയത്ത് സെക്യൂരിറ്റി നമ്മളോട് വീഡിയോ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു. നമ്മൾ പിന്നെ കേരളത്തിൽ നിന്ന് വന്നാന്ന് പറഞ്ഞുകൊണ്ടേ യൂട്യൂബിൽ ഇടാനാന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ധൈര്യത്തിൽ വീഡിയോ എടുത്തോളി എന്നാണ് പറഞ്ഞ്. ഇതിൻ്റെ വേക്ക് കാണാനാണ് ബോട്ടിങ്ങിൻ്റെ ചാർജ് എത്ര എന്നുള്ളത് ചോദിച്ചു നോക്കുക. ടൈമിങ് 10 മണി മുതൽ രാത്രി 9 മണി വരെ ഉണ്ട്. അതിൻ്റെ ചാർജ് കയാക്കിങ്ങിന് ഒരാൾക്ക് 15 മിനിറ്റ് 150 റുപ്യാണ് ചാർജ്. പിന്നെ അതുപോലെ തന്നെ എക്കോ റോളർ 15 മിനിറ്റിന് 200. പിന്നെ അതുപോലെ തന്നെ കിഡ്സ് ബമ്പർ 200 15 മിനിറ്റിന്. പിന്നെ കിഡ്സ് പെഡൽ ബോട്ട് 10 മിനിറ്റിന് 100 റുപ്യ. പിന്നെ അതുപോലെ തന്നെ ബോട്ടിങ് 500 റുപ്യ ഒരു റൗണ്ടിന് കിട്ടും. പിന്നെ സ്പീഡ് ബോട്ട് 350 റുപ്യ 2 റൗണ്ടിന്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. അപ്പോൾ 250 റുപ്യ കേട്ടോ ഒരാൾക്കുള്ള ചാർജ്. 250 റുപ്യ സെക്യൂരിറ്റിൻ്റെ ഏൽപ്പിക്കുക. ഇല പോയില്ലല്ലേ? അടിപൊളി സ്ഥലമാണ് മക്കളെ. കോയമ്പത്തൂർ വരുന്നല്ലേ തീർച്ചയായിട്ടും കയറേണ്ട ഒരു പ്ലേസാണ്. ബോട്ട് നമ്മളെങ്ങനെ കാത്തിക്കുക, ബോട്ടേ നമ്മളെ കാത്തിക്കുക. ആൾക്കാരൊക്കെ കയറി കഴിഞ്ഞ് അടിപൊളി സ്ഥലം കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അവരൊക്കെ നമ്മളെങ്ങനെ കാത്തിക്കുക. ബോട്ടിലേക്കാട്ട് കയറി ചങ്ങായിമാരെ ബോട്ട് കയറിക്കിട്ടോ 250 റുപ്യാണ് ചാർജ്. അപ്പോൾ സേഫ്റ്റിക്കുള്ള ജാക്കറ്റൊക്കെ ഇട്ടിക്കണം.
ആ സേഫ്റ്റി ജാക്കറ്റ്. അത് ബോട്ട് കയറുന്ന ഈ സാധനം എന്താ നിർബന്ധമായിട്ടു ഇനിയിപ്പോൾ നീന്തൽ അറിഞ്ഞാലും ഇതിടണം കേട്ടോ. ആ ഇതിൻ്റെ ഡോക്കൊക്കെ എടുത്തിട്ട. വീടെവിടെ? കോയമ്പത്തൂര്? ആ എല്ലാവരും കോയമ്പത്തൂര്. കേരള 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 കോഴിക്കോട്. കോഴിക്കോട് കോഴിക്കോട് പറയോ? ആ കോഴിക്കോട് അറിയാത്ത ഒരാൾക്കാരും ഉണ്ടാവില്ല. ആ നമ്മുടെ ഡ്രൈവർ അതാക്കുക. ഇത് എത്ര കിലോമീറ്റർ പോയി? എത്ര കിലോ? 1 റൗണ്ട്. ഒറ്റ റൗണ്ടാണ് കേട്ടോ. ചാർജ് 250 ഉറുപ്പ്യാണ് ചാർജ്. അപ്പൊ കോയമ്പത്തൂര് ഉക്കടം വരുന്നവര് ഇതിൻ്റെ അകത്ത് എന്തായാലും മസ്റ്റായിട്ട് കയറണം കേട്ടോ. ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് തന്നെ. ഇത് കടലില് ചെറിയൊരു ഭാഗമാണ് കേട്ടോ. ഉള്ളിലേക്ക് കയറിക്കാണ്. അതിൻ്റെ ഉള്ളിൽ കൂടാണ് അങ്ങനെ ബോട്ട് നമ്മളെ കൊണ്ട് പോണ്. ആ വേറെ ലെവലാണ് മക്കളെ. അതാ ഹായ് വാ. കേരളത്തിൽ ഒരു യൂട്യൂബർമാരും ഈ സ്ഥലത്തുള്ള വീഡിയോ എടുത്തില്ല കേട്ടോ. അത് നമ്മൾ മാത്രം ചെയ്തുള്ളൂ. ബോട്ടിങ് മാത്രമല്ല ഇട്ടുള്ളൂ ഇവിടെ. ഇവിടെ സൈക്ലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ സിപ്പ് ലൈനും ഉണ്ട്. 2 ഐറ്റംസും ഉണ്ട് കേട്ടോ ഇവിടെ. ഓരോന്നിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം. അതാ സിപ്പ് ലൈനിൻ്റെ റേറ്റ് 150 ഉറുപ്പ്യ സിപ്പ് ലൈന്. സിപ്പ് സൈക്കിളിന് 250 ഉറുപ്പ്യ ചാർജ്. പിന്നെ അതാ കോംബോ സിപ്പ് ലൈന് 300 ഉറുപ്പ്യാണ് ചാർജ്. ഇത് നമ്മളെ കോഴിക്കോട് ബീച്ച് മാറി തന്നെയുള്ള ഒരു സംഗതിയാണ്. ഇത് കണ്ടില്ലേ? ഇവിടെ ഒരു പരുന്തൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അടിപൊളി പരുന്ത്. അവിടെയൊക്കെ നിന്നും കഴിഞ്ഞ് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ ഒരു സംഭവമാണ് അത്. ഇരുമ്പോണ്ടാണ് ഇട്ടുണ്ടാക്കി. ഇരുമ്പ് അതുപോലെ തന്നെ അവിടെയുണ്ട് കുറേ പക്ഷികളുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നടന്ന് പോകാൻ പറ്റിയ നല്ലൊരു സുഖമുള്ളൊരു ഏരിയ ഉണ്ട്. പിന്നെ ഈ ചങ്ങായിമാരെ കോയമ്പത്തൂർ വന്നു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ആരോ പറയില്ലേ, ഏത് നാട്ടിൽ പോയി കഴിഞ്ഞാലും മലയാളികൾ ഉണ്ടാവുന്നുണ്ട്. ഇതാ ഒരു കൂട്ടം മലയാളികളാട്ടോ. ഇത് നിങ്ങളാണ് സ്ഥലം എന്ന് പറഞ്ഞില്ല? മലപ്പുറം. നിങ്ങൾ? പാലക്കാട്. പാലക്കാടും മലപ്പുറമാണ് കേട്ടോ. എല്ലാവരും കൂടെ ഒരു ഹായ് പറയുന്നാല്. ആ നിങ്ങളാണ് സ്ഥലം? കോഴിക്കോടാ? എവിടെ? ആ ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോടുള്ള ആൾക്കാരാട്ടോ. നിങ്ങൾ കോട്ടയോ? നിങ്ങളിവിടെ പഠിക്കാൻ വന്നാ? എന്തിനാ പഠിക്കുന്നത്? ഓക്കെ. എന്നാലും എല്ലാവരും ഹായ് കൊടുക്കി. ഓക്കെ കാണാം.